അസന്തുഷ്ടസ്യ വിപ്രസ്യ തേജോ വിദ്യാ തപോയശഃ സ്രവന്തി ഇന്ദ്രിയലൗല്യേന ജ്ഞാനം ചൈവ അവകീര്യതേ. ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ നോക്കൂ. ഇപ്പം ഞാൻ പറയണതൊക്കെ എന്താ? അസന്തുഷ്ടസ്യ വിപ്രസ്യ തേജോ വിദ്യാ തപോയശഃ. സന്തോഷമില്ലാത്തൊരു വിപ്രൻ, ബ്രാഹ്മണൻ. ആരാ ഈ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ? ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ഒരു ബ്രാഹ്മണ ശിശുവിന് ജനിക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ തീരുമാനം എന്താ? ബ്രഹ്മത്തെ അറിയണം. ബ്രഹ്മത്തെ അറിയണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് നേടിയെടുക്കാവുന്ന കാര്യങ്ങളല്ല. അതിനനുസരിച്ച് ചിട്ടയോടുകൂടി ലോകവസ്തുക്കളിലും അത് നൽകുന്ന ആകർഷണ വികർഷണങ്ങളിലുമല്ല എൻ്റെ ശ്രദ്ധ. എൻ്റെ ശ്രദ്ധ തപസ്സിലും വ്രതത്തിലും അനുഷ്ഠാനത്തിലുമാണ്. ചെറുപ്പം മുതൽക്കേ ഗായത്രി ജപിച്ച് അന്തരാത്മാവിനെക്കുറിച്ച് ആലോചിച്ച് ഒതുങ്ങിയ ജീവിതം, ഒന്നും കണ്ട് മോഹിക്കാതെ ഇരിക്കുക. ഒരു കാര്യത്തിനും അനാവശ്യമായിട്ട് ഇടപെടാൻ പോണ്ട. നിഷ്ഠ വച്ചോളൂ. ഒരു പൊട്ട വാക്ക് പറയരുത്. മനസ്സുകൊണ്ട് ചിന്തിക്കുകയും അരുത്. ഒരാളെ ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്. സാധിച്ചാൽ സഹായിക്കുക, കുറ്റം ഒരിക്കലും പറയണ്ട. ഇങ്ങനെയൊക്കെയാണ് ഈ കുടുംബത്തിൽ കുട്ടികളെ പറഞ്ഞ് വളർത്തി കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒതുങ്ങിയ ഒരു ജീവിതം നയിച്ച് ആദ്യമേ മുതൽക്ക് തന്നെ ഈ ആലഭാരങ്ങളും ലോകവസ്തുക്കളും ലോകാനുഭവങ്ങളും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരുടെ തപസ്സും വ്രതവും അനുഷ്ഠാനവും ധ്യാനവും എല്ലാമായി കഴിഞ്ഞുകൂടുന്നവരാണ് ഈ ബ്രാഹ്മണർ. അവരുടെ ഉദ്ദേശം എന്താ? ശാസ്ത്രങ്ങൾ വായിച്ച് അഭ്യസിക്കുക, അത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തീർക്കുക. അങ്ങനെ ശാസ്ത്രാധിഷ്ഠിതമായ ഒരു ജീവിതവും സംസ്കാര സമ്പന്നമായിരിക്കുന്ന ഒരു രീതിയുമൊക്കെ പുലർത്തുന്നവരാണ് ഈ ബ്രാഹ്മണർ. അപ്പോൾ അവരുടെ മനസ്സ് ഒതുങ്ങിയ മനസ്സായതുകൊണ്ട് സന്തോഷം ഉണ്ടാവും. ആദ്യമേ മുതൽക്ക് സഹസ്രനാമം ജപിക്കും, ശ്ലോകങ്ങൾ ചൊല്ലും, സന്ധ്യാവന്ദനം കഴിക്കും, ജപിക്കും, 2-3 നേരം, വിശേഷ ദിവസങ്ങളൊക്കെ കൊണ്ടാടും, ഏകാദശിയൊക്കെ അനുഷ്ഠിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്രതതപാദികളൊക്കെ ആവുമ്പോൾ അവർക്ക് സന്തോഷത്തിന് എന്താ കഷ്ടം? ചെറുപ്പം മുതൽക്കേ സന്തുഷ്ട മനസ്സാണ്. അപ്പം ആ മാതിരി ഇരിക്കേണ്ടതായ വിപ്രൻ അസന്തുഷ്ടസ്യ വിപ്രസ്യ, അത് ശ്രദ്ധിക്കാതെ അയാൾ അസന്തുഷ്ടനായി എന്നിരിക്കട്ടെ. തേജോ വിദ്യാ തപോ യശഃ. ആ മനുഷ്യൻ്റെ, ആ ബ്രാഹ്മണർക്ക് സഹജമായിട്ടുള്ള ഒരു തേജസ്സുണ്ട്. ആ തേജസ് അവർക്കൊരു പഠിപ്പുണ്ട്. വിദ്യ, വേദാധ്യയനം, ശാസ്ത്രാധ്യയനമൊക്കെ. തപസ് അവരുടെ യശസ്. ബ്രാഹ്മണർക്ക് എല്ലാ കാലത്തും ആദരവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ടിരുന്നു. രാജാക്കന്മാർ വരെ കൊടുത്തുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ അവരുടെ സാന്നിധ്യം സമാജത്തിന് ആവശ്യമാണ്. എല്ലാവർക്കും ഈ ശാസ്ത്രം നോക്കി വായിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. കൃഷിവലന്മാർക്ക് കാലത്ത് 6 മണിക്കല്ല 4 മണിക്ക് തന്നെ പൂട്ടാൻ പോവും അവർ. അപ്പോൾ പല്ല് തേച്ച് കുളിച്ചിട്ടൊക്കെ പൂട്ടാൻ പോകാൻ പറ്റുമോ? എല്ലാവർക്കും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് പേരങ്ങനെ ജീവിച്ച് നമ്മുടെ സംസ്കാരവും സമ്പത്തും ഒക്കെ നിലനിർത്തട്ടെ എന്ന് വിചാരിച്ച് അവർക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തവരാണ് നമ്മുടെ രാജാക്കന്മാർ. അങ്ങനെയുള്ള ബ്രാഹ്മണർ സന്തുഷ്ട മനസ്കരല്ലാതെ കഴിഞ്ഞുകൂടുന്ന പക്ഷം അവർക്കുള്ള തേജസ്സും വിദ്യയും തപസ്സും യശസ്സും എല്ലാം സ്രവന്തി, ഒലിച്ചു പോണൂന്ന്. പൊട്ടിയ കുടത്തുനിന്ന് വെള്ളം പോണമാതിരിയാ പോവും. ഇന്ദ്രിയ ലൗല്യേന, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. ഈ ഇന്ദ്രിയങ്ങൾ അത്യാവശ്യത്തിന് കാര്യങ്ങൾ കഴിക്കാനാണ്. പക്ഷേ ആ ഇന്ദ്രിയ വസ്തുക്കളിൽ ജീവിതം മുഴുവനും അങ്ങോട്ട് തലയടിച്ചു കളയാന്ന് പറഞ്ഞാൽ ശരിയല്ല. അതിലുള്ള ആ ലൗല്യം കാരണം ജ്ഞാനം ചൈവ അവകീര്യതേ, അവർ സൂക്ഷിക്കേണ്ടതായ വിശേഷ ജ്ഞാനമുണ്ടല്ലോ. ജ്ഞാനം ച അവകീര്യതേ, അദ്ദേഹത്തിനുള്ള ജ്ഞാനവും കൂടി നഷ്ടപ്പെട്ടു പോകുന്നു.